നമസ്കാരം, ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എമ്പുരാന്റേത് ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്നതിനെതിരായി ചിന്തിപ്പിക്കുന്ന പ്രമേയമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പ്രതികരണം. ചിറ്റൂർ കൈരളി തിയേറ്ററിൽ നിന്ന് സിനിമ കണ്ടിറങ്ങിയ ശേഷം മന്ത്രി സിനിമ കാണാനായി തിയേറ്ററിലെത്തുന്നത് 16 വർഷങ്ങൾക്ക് ശേഷം. കൊപ്പം മണ്ണേങ്കോട് ഹരിഹരക്കുന്ന് ക്ഷേത്രത്തിലെ പൂരത്തിനിടെ സംഘർഷം. 2 പേർക്ക് കുത്തേറ്റു. ആക്രമിച്ചത് ലഹരി മാഫിയെന്ന് പരിക്കേറ്റവർ. പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. പാലക്കാട്, തൃശൂർ ജില്ലകളിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 2 മരണം, 5 പേർക്ക് പരിക്ക്. മുതുതലയിൽ പിക്കപ്പ് വാനിടിച്ച കാൽനട യാത്രക്കാരന് ദാരുണാന്ത്യം. ഒല്ലൂരിൽ നിർത്തിയിട്ട ലോറിയിൽ ബൈക്കിടിച്ച യുവാവ് മരിച്ചു. വടക്കഞ്ചേരി ഫൊറോന പള്ളി വളവിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. മുണ്ടത്തിക്കോട് സെന്ററിൽ ബൈക്കിൽ കാട്ടുപന്നിയിടിച്ച് അമ്മയ്ക്കും മകനും പരിക്കേറ്റു. ആര്യങ്കാവിൽ ആവേശമായി 5ാം വേല. ആചാരത്തനിമയോടെ കഴിഞ്ഞ രാത്രി ദേവിയെ വണങ്ങാനെത്തിയത് കൈലിയാട്, ത്രാങ്ങാലി, കൂനത്ര, കാരക്കാട് മുണ്ടായ വേലകൾ. കുതിരക്കളി ഏപ്രിൽ 3-ന്, 4-ന് 96 ദേശങ്ങളുടെ മഹാപൂരം. വാർത്തകൾ വിശദമായി. എമ്പുരാന്റേത് ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്നതിനെതിരായി ചിന്തിപ്പിക്കുന്ന പ്രമേയമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ചിറ്റൂർ കൈരളി തിയേറ്ററിൽ നിന്ന് എമ്പുരാൻ കണ്ട ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. 16 വർഷങ്ങൾക്ക് ശേഷമാണ് മന്ത്രി തിയേറ്ററിൽ നിന്ന് ഒരു സിനിമ കാണുന്നത്. ജനാധിപത്യ വിരുദ്ധമായി ഒന്നും തന്നെ ചിത്രത്തിലില്ലെന്ന് സിനിമ കണ്ട് പുറത്തിറങ്ങിയ മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതിരിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് ഉള്ളത്. കലാപകാലത്ത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്ക് അഭയം നൽകിയ ചിത്രത്തിലെ സുഭദ്രാബെൻ എന്ന കഥാപാത്രം തന്നെ വല്ലാതെ സ്വാധീനിച്ചെന്നും ആ കഥാപാത്രം രാജ്യത്തിന് തന്നെ മാതൃകയാണെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. വർഗീയതയ്ക്കെതിരെ ഇത്തരം കഥാപാത്രങ്ങളിലൂടെ നിലപാട് സ്വീകരിക്കുന്നതുകൊണ്ടാണ് ഈ സിനിമയ്ക്കെതിരായി ആക്രമണം ആരംഭിച്ചതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അതിലേറ്റവും പ്രധാനപ്പെട്ട എനിക്ക് തോന്നിയത് കലാപരികളുടെ അക്രമത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി സുഭദ്രാബൻ എന്ന അവർക്ക് നൽകിയ അഭയമുണ്ടല്ലോ, അതൊരു രാജ്യത്തിൻ്റെ മാതൃകയാണ്. അവരുടെ അവസാനം അവരെ അത് രക്ഷിച്ചതിൻ്റെ പേരിൽ അവരെയും കൊല ചെയ്യപ്പെടുകയാണ്. അതാണ് അവർ പല ആളുകളെ ചൊടിപ്പിച്ചത്. അവർ രാജ്യത്തിൻ്റെ ഒരു മാതൃകയാണ്, ഒരു വലിയ സന്ദേശമാണ് അവർ നൽകിയത്. അടുത്ത ദിവസം മുതൽ ചിത്രത്തിലെ വിവാദമായ രംഗങ്ങൾ നീക്കുമെന്ന പ്രഖ്യാപനം വന്നതോടെയാണ് ഇന്ന് തന്നെ ചിത്രം കാണാൻ എത്തിയതെന്നും മന്ത്രി പറഞ്ഞു. ഓർമ്മയില്ല. 2009 കുരുക്ഷേത്രം. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ ഇത് കാണണമെന്ന് എന്താണ് ഒരു വിവാദം എന്നുള്ളത് അറിയണമല്ലോ, മനസ്സിലാക്കിയിട്ട് വേണമല്ലോ. ജനാധിപത്യത്തിലെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അതില്ലെങ്കിൽ പിന്നെ ജനാധിപത്യം ഇല്ലല്ലോ. എന്തായിരിക്കും സംഘപരിവാർ ലക്ഷ്യമിടുന്നത്? അത് ഇനി ഒരാൾ പോലും ഇതിനെ എതിർത്ത് അല്ലെങ്കിൽ അവർക്കെതിരെ പറയരുത് എന്നുള്ളതായിരിക്കും. പറയപ്പെടുന്നില്ല, ചർച്ച മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ജനകീയ പ്രശ്നം. നീണ്ട 16 വർഷങ്ങൾക്ക് ശേഷമാണ് മന്ത്രി സിനിമ കാണാനായി തിയേറ്ററിൽ എത്തുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കൊപ്പം മണ്ണേങ്കോട് ഹരിഹരക്കുന്ന് ക്ഷേത്രത്തിലെ പൂരത്തിനിടെ സംഘർഷം. കത്തിക്കുത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ കൊപ്പം പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. മണ്ണേങ്കോട് ഹരിഹരകുന്ന് ക്ഷേത്രത്തിൽ നടന്ന പൂരമഹോത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിലാണ് 2 പേർക്ക് കുത്തേറ്റത്. കോർമോത്തുപടിയുടെ വേലവരവിനിടെ യുവാക്കൾ ബൈക്കുമായി എത്തിയത് ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. വേലാഘോഷ കമ്മിറ്റിയിൽ ഉൾപ്പെട്ട വല്ലപ്പുഴ സ്വദേശി പ്രകാശ്, കോർമോത്തുപടി സ്വദേശി വിഷ്ണു എന്നിവർക്കാണ് പരിക്കേറ്റത്. വാക്കുതർക്കത്തിന് പിന്നാലെ ഒരു സംഘം യുവാക്കൾ കത്തിയുൾപ്പെടെയുള്ള ആയുധങ്ങളുമായി എത്തുകയും ഇതിൽ ഒരാൾ ഇവരെ ആക്രമിക്കുകയുമായിരുന്നു. പ്രകാശിന് മുതുകിലും ചുണ്ടിലും കുത്തേറ്റു. വിഷ്ണുവിന്റെ മുഖത്താണ് കുത്തേറ്റത്. ഉടൻ തന്നെ ഇരുവരെയും കൊപ്പത്തെ ആശുപത്രിയിലെത്തിച്ചു. ഇത്തരം ലഹരി മാഫിയയ്ക്കെതിരെ യോഗങ്ങളും അതേപോലെ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ ലഹരി മാഫിയയ്ക്കെതിരെ ശക്തമായ പ്രതിരോധം ഡിവൈഎഫ്ഐ തീർത്തു വരുന്നതിൻ്റെ വൈരാഗ്യ ബുദ്ധി മുന്നിൽ കണ്ടുകൊണ്ട് ഡിവൈഎഫ്ഐ കോർമോത്തോട് യൂണിറ്റ് ട്രഷറർ അടക്കമുള്ള ഡിവൈഎഫ്ഐയുടെ നേതാക്കളെയാണ് ഇന്നലെ ലഹരി മാഫിയ ആക്രമിച്ചിരിക്കുന്നത്. അവിടെ കോർമോത്തുവടി ദേശത്തുള്ള സകല ജനങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് ഇന്നലെ ആ ലഹരി മാഫിയയുടെ ഏതാനും ചില ആളുകളെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയാണ് ഇന്നലെ ചെയ്തിട്ടുള്ളത്. ഡിവൈഎഫ്ഐ നേതാക്കൾക്ക് ഇന്നലെ കാര്യമായ പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇതിനെതിരെ കൂടുതൽ ശക്തമായി ലഹരി മാഫിയക്കെതിരെ ഡിവൈഎഫ്ഐ പോരാടുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി ഞങ്ങൾ ഇവിടെ നൽകുകയാണ്. അതേസമയം പ്രദേശത്തെ ലഹരി മാഫിയയാണ് തങ്ങളെ ആക്രമിച്ചതെന്ന് പരിക്കേറ്റവർ ആരോപിച്ചു. അവിടെ നാട്ടിലെ ലഹരി മാഫിയക്കെതിരെ നല്ല ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ സമയത്ത് എല്ലാവരും അവിടെയുള്ള കുറച്ച് ടീം ഞങ്ങളുടെ ശത്രുക്കളാണ്. അതിലുള്ള ആളുകളാണ് ഇപ്പം ഇന്നലെ ഈ ഒരു
പ്രശ്നം അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. സംഭവത്തിൽ പരിക്കേറ്റവരുടെ പരാതിയിൽ മൊഴി രേഖപ്പെടുത്തി കൊപ്പം പോലീസ് കേസെടുത്തു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി വരികയാണെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മുതുതലയിൽ പിക്കപ്പ് വാഹനമിടിച്ച് കാൽനടയാത്രക്കാരന് ദാരുണാന്ത്യം. മുതുതല കൊട്ടിയാട്ടുപറമ്പിൽ വേലായുധനാണ് മരിച്ചത്. മുതുതല പള്ളിപ്പുറം പാതയിലാണ് കാൽനടയാത്രക്കാരനെ പിക്കപ്പ് വാഹനം ഇടിച്ചത്. അപകടത്തിൽ മുതുതല കൊട്ടിയാട്ടുപറമ്പിൽ 75 വയസ്സുള്ള വേലായുധനാണ് മരിച്ചത്. ഞായറാഴ്ച വൈകുന്നേരമാണ് അപകടമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ വേലായുധനെ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഒല്ലൂർ എടക്കുന്നിയിൽ നിർത്തിയിട്ട ലോറിയിൽ ബൈക്കിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. ചിറ്റിശ്ശേരി സ്വദേശി കൊണ്ടുപറമ്പിൽ വീട്ടിൽ 27 വയസ്സുള്ള ആഷിഖാണ് മരിച്ചത്. തൃശൂരിൽ നിന്ന് തലൂരിലേക്ക് വരികയായിരുന്ന ആഷിഖിന്റെ ബൈക്ക് നിയന്ത്രണം വിട്ട ലോറിയിൽ ഇടിക്കുകയായിരുന്നു. തൃശൂർ ഒല്ലൂർ എടക്കുനിയിലാണ് അപകടം. ഗുരുതരമായി പരിക്കേറ്റ ആഷിഖിനെ കൂർക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മരിച്ച ചിറ്റിശ്ശേരി സ്വദേശി കുണ്ടുപറമ്പിൽ ആഷിഖിന് 27 വയസ്സുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വടക്കാഞ്ചേരി ഫൊറോന പള്ളി വളവിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. ഇന്ന് രാവിലെ ഇരുദിശകളിൽ നിന്നായി വരികയായിരുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. മലപ്പുറം തിരൂർ സ്വദേശി 23 വയസ്സുള്ള അൻസാർ, തൃശൂർ വില്ലടം സ്വദേശി 18 വയസ്സുള്ള വിഷ്ണുപ്രിയ, പാലക്കാട് കോങ്ങാട് സ്വദേശി ജലീൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. രാവിലെ ഇരുദിശകളിൽ നിന്നായി വന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. വടക്കാഞ്ചേരി ഫൊറോന പള്ളി വളവിലായിരുന്നു അപകടം. വടക്കാഞ്ചേരി ആക്സ് ആംബുലൻസിൻ്റെയും വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ആംബുലൻസിൻ്റെയും നേതൃത്വത്തിൽ പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് സെൻട്രൽ ബൈക്കിൽ കാട്ടുപന്നി ഇടിച്ച് അമ്മയ്ക്കും മകനും പരിക്കേറ്റു. തിരൂർ സ്വദേശി 46 വയസ്സുള്ള സുമ, മകൻ 21 വയസ്സുള്ള സായുജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. രാത്രി 9 മണിയോടെയായിരുന്നു അപകടം. ഇവരെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആര്യങ്കാവിൽ ആവേശമായി 5ാം വേല. കഴിഞ്ഞ രാത്രി 11:30യോടെയാണ് വേലവരവ് ആരംഭിച്ചത്. ഏപ്രിൽ 4-നാണ് കവളപ്പാറ ആര്യങ്കാവ് പൂരം. കൈലിയാട്, ത്രാങ്ങാലി, കൂനത്തറ, കാരക്കാട്, മുണ്ടായ എന്നീ 5 വേലകളാണ് കഴിഞ്ഞ രാവിൽ ഉത്സവാവേശം നിറച്ചത്. നേരത്തെ പൂരാഘോഷ കമ്മിറ്റി ഒരുക്കിയ കിഴക്കൂട്ട് അനിയന്മാരാരുടെയും സംഘത്തിന്റെയും മേളം 2 മണിക്കൂർ നേരം ഉത്സവപ്രേമികളെ ത്രസിപ്പിച്ചു. പ്രാദേശിക കലാപരിപാടികളുമുണ്ടായി. നിറമാലയും തോൽപ്പാവക്കൂത്തും തുടരുകയാണ്. പൂരത്തോടടുക്കെ 96 ദേശങ്ങൾ ആവേശപ്പട്ടുടുത്തു കഴിഞ്ഞു. ഏപ്രിൽ 3-ന് വ്യാഴാഴ്ച കുതിരകളി നടക്കും. കുതിരകളിയുടെ രാവ് പുലർന്നാൽ പൂരമാണ്. ഏപ്രിൽ 4-ന് കൊണ്ടാടുന്ന ആര്യങ്കാവ് പൂരം വള്ളുവനാട്ടിലെ ഏറ്റവും ശാന്തമനോഹരമായ പൂരാഘോഷങ്ങളിലൊന്നാണ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ആറാട്ടുപുഴ പൂരത്തിന്റെ ആതിഥേയനായ ആറാട്ടുപുഴ ശാസ്താവിന് മേളപ്രമാണിമാർ നിറപറയും നെയ്യും സമർപ്പിച്ചു. ക്ഷേത്രദർശനത്തിനു ശേഷം നടപ്പുരയിൽ വെച്ചായിരുന്നു സമർപ്പണം. പെരുവനം കുട്ടന്മാരാർ, പെരുവനം സതീശന്മാരാർ, കീഴൂട്ട് നന്ദനൻ, പെരുവനം ഗോപാലകൃഷ്ണൻ, കുമ്മത്ത് നന്ദനൻ,
കുമ്മത്ത് രാമൻകുട്ടി എന്നിവരാണ് ക്ഷേത്രത്തിൽ എത്തിയത്. തിരുവാതിരവിളക്ക്, ആറാട്ടുപുഴ പൂരം എന്നീ ദിവസങ്ങളിൽ പഞ്ചാരിമേളവും, പെരുവനം പൂരം, തറക്കൽ പൂരം എന്നീ ദിവസങ്ങളിൽ പാണ്ടിമേളവുമാണ് അരങ്ങേറുന്നത്. പെരുവനം പൂരത്തിനും തറക്കൽ പൂരത്തിനും ഉരുട്ടുചെണ്ടയിൽ പെരുവനം കുട്ടന്മാരാരും, തിരുവാതിരവിളക്കിനും ആറാട്ടുപുഴ പൂരത്തിനും ഉരുട്ടുചെണ്ടയിൽ പെരുവനം സതീശന്മാരാരും പ്രമാണിമാരാകും. കുറുങ്കുഴലിൽ കീഴൂട്ട് നന്ദനനും, വലന്തലയിൽ പെരുവനം ഗോപാലകൃഷ്ണനും, കൊമ്പിൽ കുമ്മത്ത് രാമൻകുട്ടി നായരും, ഇലത്താളത്തിൽ കുമ്മത്ത് നന്ദനനും ശാസ്താവിൻ്റെ എല്ലാ മേളങ്ങളിലും പ്രമാണിമാരാകും. പ്രസിഡന്റ് രവി ചക്കോത്ത്, സെക്രട്ടറി കെ രഘുനന്ദനൻ, ട്രഷറർ യു അനിൽകുമാർ, വൈസ് പ്രസിഡന്റ് PR പവിദാസ്, ജോയിന്റ് സെക്രട്ടറി മധു മംഗലത്ത്, ഓഡിറ്റർ കെ വേണുഗോപാൽ എന്നിവർ ഭാരവാഹികളായ ആറാട്ടുപുഴ ഉത്സവാഘോഷ കമ്മിറ്റി അംഗങ്ങൾ പ്രമാണിമാരെ സ്വീകരിച്ചു. കൊടിയേറ്റം ഏപ്രിൽ 3-നും, തിരുവാതിരവിളക്ക് ഏപ്രിൽ 5-ന് വെളുപ്പിനും, പെരുവനം പൂരം ഏപ്രിൽ 6-നും, ആറാട്ടുപുഴ തറക്കൽ പൂരം ഏപ്രിൽ 8-നും, ആറാട്ടുപുഴ പൂരം ഏപ്രിൽ 9-നുമാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മോഷ്ടിച്ച സൈക്കിളുമായി കുടുംബക്ഷേത്രത്തിൽ മോഷണം നടത്താൻ ശ്രമിച്ച മോഷ്ടാവ് അറസ്റ്റിൽ. പേരാമ്പ്ര ഉറുമ്പൻകുന്ന് സ്വദേശി 26 വയസ്സുള്ള ബിബിനെയാണ് ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത്. പോട്ട കുടുംബക്ഷേത്രത്തിൽ കയറി മോഷണം നടത്താൻ ശ്രമിച്ച സംഭവത്തിലാണ് പേരാമ്പ്ര ഉരുമ്പൻകുന്ന് സ്വദേശിയായ 26 വയസ്സുള്ള ബിബിനെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത്. പോട്ട സ്വദേശി ക്ഷേത്രത്തിൽ ചെന്ന സമയത്ത് ഒരാൾ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നത് കാണുകയും അയാളെ തടഞ്ഞു നിർത്തിയ സമയത്ത് കുതറിമാറി സൈക്കിളിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തു. സൈക്കിളിൽ പിടിച്ചു വലിച്ചതിൽ സൈക്കിൾ ഉപേക്ഷിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് പ്രതിയെ കണ്ട കൃഷ്ണൻകുട്ടി മക്കളെ കൂട്ടി വന്ന് ക്ഷേത്രത്തിൽ പരിശോധിച്ചതിൽ ഒന്നും നഷ്ടപ്പെട്ടതായി കണ്ടില്ല. സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ ക്ഷേത്രത്തിൽ മുമ്പ് മോഷ്ടിക്കാനായി കയറിയ ബിബിനാണ് അമ്പലത്തിൽ കയറിയതെന്ന് മനസ്സിലാക്കി ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ബിബിൻ ക്ഷേത്രത്തിൽ ഉപേക്ഷിച്ച സൈക്കിൾ പോട്ട സ്വദേശി മുണ്ടക്കൽ വീട്ടിൽ 34 വയസ്സുള്ള നീതുവിൻ്റേതാണ്. കഴിഞ്ഞ രാത്രിയാണ് ഇയാൾ സൈക്കിൾ മോഷ്ടിച്ചത്. ഈ സംഭവത്തിൽ നീതുവിൻ്റെ പരാതിയിലും ചാലക്കുടി പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രതി ബിബിനെതിരെ ചാലക്കുടി, കൊടകര, ആളൂർ പോലീസ് സ്റ്റേഷനുകളിലായി 17 മോഷണ കേസുകളുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ പുറനാട്ടുകരയിൽ കാറ്റ്സ് എന്ന വള്ളിച്ചെടി പൂത്തുലഞ്ഞു നിൽക്കുന്ന കാഴ്ച ആരെയും ആകർഷിക്കും. പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ ആശ്രമത്തിലെ 2-നില കെട്ടിടത്തിലാണ് അലങ്കാരച്ചെടി പൂത്തുലഞ്ഞത്. ആശ്രമത്തിൽ സ്വാമിമാരുടെ മുറികളുള്ള കെട്ടിടത്തോട് ചേർന്ന് 8 വർഷം മുമ്പാണ് കാക്ടസ് ക്ലോ എന്ന ചെടി നട്ടത്. ഇപ്പോൾ ചെടി 2 നില കെട്ടിടമാകെ പടർന്ന് മുകളിലെ ട്രസ് വർക്ക് ചെയ്ത മേൽക്കൂരയിലേക്കും എത്തിക്കഴിഞ്ഞു. ഏകദേശം 35 അടിയോളം ഉയരത്തിൽ പടർന്ന് 60 അടിയിലധികം നീളത്തിൽ മഞ്ഞപ്പൂക്കളുടെ സൗന്ദര്യവും സൗരഭ്യവും പടർത്തി നിൽക്കുകയാണ് കാക്ടസ് ക്ലോ. 8 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീരാമകൃഷ്ണ ആശ്രമം പ്രസിഡന്റായ സ്വാമി സദ്ഭവാനന്ദയാണ് ചെടി നട്ടത്. ഇതൊരു 8 വർഷം മുമ്പ് ഞാൻ മണ്ണുത്തിൽ നിന്നും ഒരു ചെറിയ ചെടിയുമായിട്ട് ഏകദേശം ഒരു 200 രൂപ കൊടുത്തൊരു ചെറിയ ചെടി അന്ന് നട്ടത്. അതിന് നടുമ്പം കുറച്ച് ചാണകപ്പൊടിയും വളമൊക്കെ ഇട്ടിരുന്നു. പിന്നീട് സ്ഥിരം അതിന് കൂടുതൽ വെള്ളമാണ് ഒഴിക്കാറ്. സാധാരണ ഇത് മാർച്ച് ഒരു പകുതി അവസാനമാകുമ്പോൾ ഇത് മൊത്തം പൂവുണ്ടാവുക. മറ്റുള്ള സമയത്ത് നല്ല പച്ചിലകൾ നിറഞ്ഞ് നടക്കുന്ന ഇലകൾ കാണാൻ സാധിക്കും. ഇത് മറ്റുള്ള സമയങ്ങൾക്ക് ഇടയ്ക്ക് പൂക്കൾ ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഇത് ആഫ്രിക്കൻ അമേരിക്കൻ വനാന്തരങ്ങളിലെ ഒരു ക്രീപ്പർ വള്ളിച്ചെടിയാണ്. പക്ഷേ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. നിറയെ തേനീച്ചകളും വണ്ടുകളും തേൻ കുടിക്കാനെത്തുന്ന കാഴ്ച ഏറെ മനോഹരമാണ്. 100 കണക്കിന് തേനീച്ചകൾ എത്തുന്നുണ്ടെങ്കിലും ഇതുവരെ തേനീച്ചകൾ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. മാത്രമല്ല, വരാന്തയോട് ചേർന്ന് തൂണുകളിലും മറ്റും പറ്റിപ്പിടിച്ചു വളരുന്ന ചെടികൾക്കിടയിൽ ഇതുവരെ ഇഴജന്തുക്കളൊന്നും വന്നിട്ടില്ലെന്നും സ്വാമിജി പറഞ്ഞു. ധാരാളം തേനീച്ചകൾ ഈ സമയത്ത്, ഇത് പൂക്കുന്ന സമയത്ത് ധാരാളം തേനീച്ചകൾ വരും, വണ്ടുകൾ വരും, ചെറിയ പലതരത്തിലുള്ള തേനീച്ചകൾ, ചെറുതും വലുതായിട്ടൊക്കെ തേനീച്ചകൾ വരും, ശലഭങ്ങളും ചിലപ്പോൾ വരും. ഇതിൽ മറ്റെല്ലാ തരത്തിലുള്ള ഇഴജീവികളൊന്നും ഞാൻ 8 വർഷമായി യാതൊരു തരത്തിലുള്ള ഇഴജീവികളോ ഒന്നും കണ്ടില്ല, പാമ്പുകളൊന്നും കണ്ടില്ല. കാരണം ഇതിൽ ഈ പറ്റിപ്പിടിച്ച് കയറുന്ന ഈ പൂച്ചയുടെ നഖം പോലെ ചെറിയൊരു മുള്ളിൻ്റെ ഒരു ഇതിലൂടെ പാമ്പുകളൊന്നും വരാറില്ല. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും കണിക്കൊന്ന പൂവിൻ്റെ നിറമാണ് ഈ പൂക്കൾക്കും. മുല്ലയുടെയും ചെമ്പകത്തിൻ്റെയും ഗന്ധത്തോട്
സാദൃശ്യമുള്ള സുഗന്ധം പരിസരമാകെ പരന്നൊഴുകുന്നുണ്ട്. ചെടികൾക്കിടയിൽ തൊപ്പിക്കിളികൾ കൂടുകൂട്ടി മുട്ടയിടുന്നതും പതിവാണ്. പൊതുവെ പ്രകൃതിയോടിണങ്ങിക്കഴിയുന്ന ആശ്രമത്തിലെ സ്വാമിജിമാരോട് സൗഹൃദത്തിലാണ് ഓരോ ജീവജാലങ്ങളുമെന്ന് തോന്നും. ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കാറ്റസ് ക്ലോ ചെടി പൂത്തലിഞ്ഞു നിൽക്കുന്ന ഈ അപൂർവ കാഴ്ച കാണാൻ പലരും ആശ്രമത്തിൽ എത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. എമ്പുരാന്റേത് ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്നതിനെതിരായി ചിന്തിപ്പിക്കുന്ന പ്രമേയമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പ്രതികരണം ചിറ്റൂർ കൈരളി തിയേറ്ററിൽ നിന്ന് സിനിമ കണ്ടിറങ്ങിയ ശേഷം. മന്ത്രി സിനിമ കാണാനായി തിയേറ്ററിലെത്തുന്നത് 16 വർഷങ്ങൾക്ക് ശേഷം. കൊപ്പം മണ്ണേങ്കോട് ഹരിഹരക്കുന്ന് ക്ഷേത്രത്തിലെ പൂരത്തിനിടെ സംഘർഷം. 2 പേർക്ക് കുത്തേറ്റു. ആക്രമിച്ചത് ലഹരി മാഫിയെന്ന് പരിക്കേറ്റവർ. പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. പാലക്കാട്, തൃശൂർ ജില്ലകളിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 2 മരണം, 5 പേർക്ക് പരിക്ക്. മുതുതലയിൽ പിക്കപ്പ് വാനിടിച്ച കാൽനട യാത്രക്കാരന് ദാരുണാന്ത്യം. ഒല്ലൂരിൽ നിർത്തിയിട്ട ലോറിയിൽ ബൈക്കിടിച്ച യുവാവ് മരിച്ചു. വടക്കഞ്ചേരി ഫൊറോന പള്ളി വളവിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. മുണ്ടത്തിക്കോട് സെന്ററിൽ ബൈക്കിൽ കാട്ടുപന്നിയിടിച്ച് അമ്മയ്ക്കും മകനും പരിക്കേറ്റു. ആര്യങ്കാവിൽ ആവേശമായി 5ാം വേല. ആചാരത്തനിമയോടെ കഴിഞ്ഞ രാത്രി ദേവിയെ വണങ്ങാനെത്തിയത് കൈലിയാട്, ത്രാങ്ങാലി, കൂനത്ര, കാരക്കാടുമുണ്ടായ വേലകൾ. കുതിരക്കളി ഏപ്രിൽ 3-ന്, 4-ന് 96 ദേശങ്ങളുടെ മഹാപൂരം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.